ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ +1 പാഠപുസ്തകത്തിലെ എൻ സി ആർ ടി ടെക്സ്റ്റിൽ നമ്മൾ +1 5-ാമത്തെ അധ്യായം നിയമനിർമ്മാണ സഭയെക്കുറിച്ചാണ് പഠിക്കുന്നത്. NCERT ക്ലാസ്സുകൾ ഇടാവോ എന്നൊക്കെ ഓരോരുത്തരും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠം അനുസരിച്ച് സെലക്ട് ചെയ്ത് നമ്മൾ NCERT ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ക്ലാസ് കണ്ടിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുകയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. +1 5-ാമത്തെ പാഠം നിയമനിർമ്മാണ സഭ, അതിൻ്റെ ഭാഗം 1 നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, നിയമനിർമ്മാണ സഭയെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ദേശീയ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യയുടെ ദേശീയ നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിന് എത്ര സഭകളുണ്ട്? 2 സഭകളുണ്ട് അല്ലേ? പാർലമെൻറ്റിന് 2 സഭകളുണ്ട്. നമുക്കറിയാം, രാജ്യസഭയുമുണ്ട്, ലോകസഭയുമുണ്ട്. 2 സഭകളുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേത് ഏതാണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് അല്ലേ? രാജ്യസഭയുമുണ്ട്, നമുക്ക് ലോകസഭയുമുണ്ട്. സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകമണ്ഡല നിയമനിർമ്മാണ സഭയോ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയോ സ്വീകരിക്കുവാനുള്ള അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട്. അപ്പം ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ആ സ്റ്റേറ്റിന് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ വേണോ അതോ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ വേണോ എന്നിവ സ്വീകരിക്കാനുള്ള അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല സഭയുള്ളത്? അപ്പം ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 6 സംസ്ഥാനങ്ങൾക്കാണ്, 6 ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല നിയമസഭയുള്ളത്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, ഉത്തർപ്രദേശ്. അപ്പോൾ ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 6 അതുപോലെ തന്നെ ഏതൊക്കെയാണ് സംസ്ഥാനങ്ങളെന്ന് ചോദിച്ചാൽ നിങ്ങളത് ഓർത്തിരിക്കണം. ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, ഉത്തർപ്രദേശ്. എൻ്റെ ഒപ്പം പറഞ്ഞേ: ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, ഉത്തർപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഉള്ളത്. ദ്വിമണ്ഡല വ്യവസ്ഥ രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും പ്രാതിനിധ്യം നൽകാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ദ്വിമണ്ഡല വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കും പല ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും പ്രാതിനിധ്യം നൽകാൻ സഹായിക്കും. എല്ലാ തീരുമാനങ്ങളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്നതും ദ്വിമണ്ഡല വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. ദ്വിമണ്ഡല വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? എല്ലാ തീരുമാനങ്ങളും അവിടെ ഒരു പുനഃപരിശോധന നടത്തുന്നു എന്നതാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി നമ്മൾ രാജ്യസഭയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അപ്പം ഉപരിസഭ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് രാജ്യസഭയാണ്. രാജ്യസഭ അറിയപ്പെടുന്നത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ, സംസ്ഥാനങ്ങളുടെ കൂട്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? അത് രാജ്യസഭയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പ്രതിനിധീകരിക്കുന്ന സഭയാണ് രാജ്യസഭ. അപ്പോൾ ഓർത്തോണം, സംസ്ഥാനങ്ങളുടെ പ്രതിനിധീകരിക്കുന്ന സഭയും സംസ്ഥാനങ്ങളുടെ കൗൺസിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ കൂട്ടം, ഉപരിസഭ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് രാജ്യസഭയാണ്. രാജ്യസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 250. രാജ്യസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 250. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 238. അപ്പം നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നായി രാജ്യസഭയിലേക്ക് പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 238. ആകെ രാജ്യസഭയിലെ അംഗങ്ങൾ എത്രയാണ്? 250 നമുക്കറിയാം. അപ്പോൾ 12 പേര് എവിടെ പോയി? രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് നമ്മുടെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സുരേഷ് ഗോപി, ഇവരൊക്കെ, ജോൺ ബ്രിട്ടാസ്, ഇവരൊക്കെ ആര് നാമനിർദ്ദേശം ചെയ്തു പോയവരാണ്? അവരൊക്കെ
നമ്മുടെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത് രാജ്യസഭയിലേക്ക് പോയവരാണ് അല്ലേ. അപ്പോൾ 12 പേരെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ രാജ്യസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 250. അതിൽ 238 പേരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പരോക്ഷമായി തിരഞ്ഞെടുക്കുകയും 12 പേരെ സാഹിത്യം, കല, സാമൂഹ്യ സേവനം, സയൻസ് തുടങ്ങിയ മേഖലകളിലെ പ്രാവീണ്യം തെളിയിച്ച 12 വ്യക്തികളെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഈ അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട് രാജ്യസഭയിലേക്ക് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രാജ്യസഭാ അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട്. അപ്പം മനസ്സിലായോ? ഇത് ഇത്രയും രാജ്യസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 250. അതിൽ 238 പേരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പരോക്ഷമായി തിരഞ്ഞെടുക്കുന്നു. 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് രാജ്യസഭയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി പരോക്ഷമായ തിരഞ്ഞെടുപ്പിലൂടെയാണ്. സംസ്ഥാന നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധികളെ അവരവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ സംസ്ഥാന നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധികൾ അല്ലെങ്കിൽ നമ്മൾ MLA-മാരെന്ന് അവരെ വിളിക്കും അല്ലേ, അവരവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കും ചെയ്യുന്നു. രാജ്യസഭയിലേക്ക് പ്രാതിനിധ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് 2 തത്വങ്ങളുണ്ട്: സമതുലിത പ്രാതിനിധ്യവും ആനുപാതിക പ്രാതിനിധ്യവും. അപ്പോൾ എന്താണ് സമതുലിത പ്രാതിനിധ്യം? ഒരു രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും അതിൻ്റെ വലുപ്പമോ ജനസംഖ്യയോ പരിഗണിക്കാതെ തുല്യമായ പ്രാതിനിധ്യം നൽകുന്നു. അപ്പോൾ എന്താണ് സമതുലിത പ്രാതിനിധ്യം എന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും അതിൻ്റെ വലിപ്പമോ അവിടുത്തെ ജനസംഖ്യയോ പരിഗണിക്കാതെ തന്നെ തുല്യമായ ഒരു പ്രാധാന്യം നൽകുന്നതാണ് സമതുലിത പ്രാതിനിധ്യം. അതായത് എല്ലാവർക്കും തുല്യമായ പ്രാതിനിധ്യം നൽകുന്നു. അവിടെ ആ സ്റ്റേറ്റിൻ്റെ വലിപ്പത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ജനസംഖ്യയ്ക്കോ ഒന്നും ഒരു പ്രത്യേക പരിഗണന നൽകുന്നില്ല. അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെനറ്റിൽ തുല്യ പ്രാതിനിധ്യം ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സമതുലിത പ്രാതിനിധ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെനറ്റിൽ എത്ര പ്രാതിനിധ്യം? 2 പ്രതിനിധികൾ വീതമാണ് വരുന്നത്. ആനുപാതിക പ്രാതിനിധ്യം എന്താണ്? സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ പ്രദേശങ്ങളിലെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി 2ാം മണ്ഡലത്തിലേക്കുള്ള പ്രാതിനിധ്യം അനുവദിക്കുന്നു. ഇതുപ്രകാരം കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ 2ാമത്തെ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. അപ്പം ആനുപാതിക പ്രാതിനിധ്യം വെച്ച് ആ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ വലിപ്പത്തെയും അവിടുത്തെ ജനസംഖ്യയെയും കണക്കിലെടുക്കുന്നു. സമതുലിത പ്രാതിനിധ്യത്തിൽ നമ്മൾ അങ്ങനെ കണക്കാക്കുന്നില്ല. ഓരോ സംസ്ഥാനത്തു നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക 4ാം പട്ടികയാണ്. അപ്പം ഭരണഘടനയുടെ 4ാം പട്ടികയിലാണ് ഓരോ സംസ്ഥാനത്തു നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 31 ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 31 അല്ലേ. അവിടെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സിക്കിമിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 1. സിക്കിം ചെറിയ സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശിനെ വെച്ച് നോക്കുമ്പോൾ. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ് രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി. എത്ര വർഷം കൂടുമ്പോഴാണ് രാജ്യസഭയിലേക്ക് കാലാവധി പൂർത്തീകരിച്ച് 1/3 അംഗങ്ങൾ പിരിഞ്ഞു പോകുന്നത്? അപ്പോൾ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് നമുക്കറിയാം. ഇവിടെ കാലാവധി പൂർത്തിയാക്കി ഓരോ 2 വർഷം കൂടുമ്പോഴും രാജ്യസഭയിലെ കാലാവധി പൂർത്തീകരിച്ച് 3/1 അംഗങ്ങൾ ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്നു. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും കാലാവധി പൂർത്തിയാകുന്നത് ഒരേ സമയത്തല്ല. അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭയെ ഒരു സ്ഥിരം സഭ എന്ന് പറയുന്നത്. അവിടെ 2 വർഷം കൂടുമ്പോൾ 1/3 ഭാഗം ആളുകൾ പിരിഞ്ഞു പോകുന്നു അല്ലേ. അപ്പോൾ ആ സ്ഥാനത്ത് പുതിയ ആളുകളുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ഒരു 6 വർഷ കണക്കെന്ന് പറയുമ്പം അത് പലർക്കും പല
ടേം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ലോക്സഭ പിരിച്ചുവിടുകയും പുതിയ തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലും രാജ്യസഭ വിളിച്ചു കൂട്ടാനും അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മൂലം സാധിക്കുന്നു. കാരണം എന്താണ്? അവിടെ എപ്പോഴും ആളുകൾ, റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. രാജ്യസഭയുടെ ലക്ഷ്യം എന്താണ്? സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുക. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് നമ്മൾ രാജ്യസഭയെ പറഞ്ഞത്, അല്ലേ? അപ്പം സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജ്യസഭയുടെ ലക്ഷ്യം. അപ്പോൾ രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. ഇനി നമുക്ക് ലോകസഭയെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോമണ്ഡലം എന്നാണ് ലോകസഭ അറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യസഭ അറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭ ഉപരിമണ്ഡലം എന്നറിയപ്പെടുമ്പോൾ ലോകസഭ അറിയപ്പെടുന്നത് എന്താണ്? അധോമണ്ഡലം എന്നാണ്. രാജ്യത്ത് നിലവിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 543 ലോകസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. രാജ്യസഭാ സീറ്റുകളോ 250. ലോകസഭയിൽ 543. 1971 മുതൽ ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. 1971 മുതൽ നമ്മുടെ ലോകസഭാ സീറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 543 ആണ്. ലോകസഭ അറിയപ്പെടുന്നത് ജനങ്ങളുടെ സഭ എന്നാണ്. മറ്റേ രാജ്യസഭയാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ സഭ എന്നും ലോകസഭ അറിയപ്പെടുന്നതോ ജനങ്ങളുടെ സഭ എന്നുമാണ്. ലോകസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി. ലോകസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. ലോകസഭയുടെ കാലാവധി 5 വർഷം. പക്ഷെ രാജ്യസഭയുടെ കാര്യം പറയുമ്പോഴോ അവിടെ രാജ്യസഭയുടെ കാലാവധി എന്നല്ല നമ്മൾ പറയുന്നത്, രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി. കാരണം എന്താ? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, അല്ലേ? അപ്പോൾ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. ലോകസഭയുടെ കാലാവധിയോ അത് 5 വർഷമാണ്. അവിടെ അംഗങ്ങളുടെ എന്ന് നമ്മൾ പറയുന്നില്ല. ലോകസഭയുടെ കാലാവധി 5 വർഷം. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കോ കൂട്ടുകക്ഷി മുന്നണികൾക്കോ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഗവൺമെന്റിനെ രൂപം കൊടുക്കാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് ലോകസഭ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഉപദേശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കാലാവധിക്ക് മുൻപ് ലോകസഭ പിരിച്ചുവിടാവുന്നതാണ്. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ്, അല്ലെ? ജനങ്ങളാണ് ലോകസഭാ ഇലക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പിനും ജനങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. പക്ഷെ രാജ്യസഭയിൽ അങ്ങനെയാണോ? അല്ല, അത് പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ്. അവിടെ ജനങ്ങളില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ മുഖേനയാണ് രാജ്യസഭയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോകസഭയിൽ അപ്പം പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണ് ലോകസഭയിൽ നടക്കുന്നത്. ഓക്കെ. ലോകസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി രാജ്യത്തെ ഏകദേശം തുല്യ ജനസംഖ്യാനുപാതത്തിലുള്ള വിവിധ നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് സംസ്ഥാന നിയമസഭയ്ക്കാണെങ്കിലും സംസ്ഥാനത്തെ തുല്യ നിയോജക മണ്ഡലങ്ങളായി തിരിച്ചിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ വീതം തിരഞ്ഞെടുക്കുന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ഓരോ വ്യക്തിയുടെയും വോട്ടിന്റെ മൂല്യം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഇപ്പോൾ എൻ്റെ വോട്ടിന് മൂല്യം കൂടുതൽ, നിങ്ങളുടെ വോട്ടിന് മൂല്യം കുറവ്, പ്രായത്തിനനുസരിച്ച് അങ്ങനെയൊന്നുമില്ല. ഇന്ത്യൻ പൗരനാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞെങ്കിൽ അവൻ ചെയ്യുന്ന വോട്ടിന് അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന വോട്ടിന് രാജ്യത്തെ ഓരോ പൗരൻ്റെയും വോട്ടിന് എന്താണ്? തുല്യ വിലയാണ് ഉള്ളത്. പൂർണിമ ബാനർജി പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ ഭാഗം ഇവിടെ തന്നിരിക്കുന്നതൊന്ന് വായിക്കാം. പുനഃപരിശോധന നടത്തുന്ന സമിതി എന്ന നിലയിൽ ഉപരിസഭ ഉപകാരപ്രദമായ ചുമതല നിർവഹിക്കുന്നു. അതിന്റെ വോട്ടുകളല്ല കാഴ്ചപ്പാടുകളായിരിക്കും പരിഗണിക്കപ്പെടുക. പ്രശ്നകലുഷിതമായ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാധിക്കാത്തവർക്ക് അധോസഭയെ ഉപദേശിക്കുവാൻ സാധിക്കും. ഇനി ലോകസഭയുടെയും രാജ്യസഭയുടെയും അധികാരങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ലോകസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ലോകസഭ
ലോകസഭയാണ്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? അത് ലോകസഭയാണ്. ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നത് എവിടെയാണ്? ലോകസഭ. അപ്പൊ ധനബില്ല്, മണി ബില്ല് അവതരിപ്പിക്കുന്നത് എവിടെ മാത്രമേ അവതരിപ്പിക്കൂ? അത് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കൂ. നികുതി ചുമത്തൽ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു. ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, തീരുമാനങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യുന്നു. കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു. അതായത് രാജ്യസഭയുടെ അധികാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധനബില്ലുകൾ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുന്നത് രാജ്യസഭയുടെയും ലോകസഭയുടെയും ഒരുപോലെയുള്ള അധികാരമാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് രാജ്യസഭയുടെ അധികാരത്തിൽ പെടുന്നു. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നതും രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യമായ അധികാരമാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. അപ്പം ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് എവിടെയാണ്? അത് രാജ്യസഭയിലാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിന് നൽകുവാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും വരുന്നത് ലോകസഭയുടെ അധികാരത്തിന് കീഴിലും സംസ്ഥാന ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നത് രാജ്യസഭയുടെ അധികാരത്തിന് കീഴിലുമാണ്. രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ച് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം സംസ്ഥാന നിയമസഭയ്ക്ക് മാത്രം നിയമം നിർമ്മിക്കാൻ പറ്റുന്നത് രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ പാർലമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം അനിവാര്യമാണ്. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ രാജ്യസഭയുടെ അധികാരമുണ്ടെങ്കിൽ മാത്രമേ അതിനെ യൂണിയൻ ലിസ്റ്റിലേക്കോ സ്റ്റേറ്റ് ലിസ്റ്റിലേക്കോ ഒക്കെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. ലോകസഭയുടെ പ്രത്യേക അധികാരം എന്തൊക്കെയാണ്? ലോകസഭയുടെ പ്രത്യേക അധികാരം ധനബില്ലുകൾക്ക് തുടക്കം കുറിക്കാനോ നിരാകരിക്കുവാനോ ഭേദഗതി വരുത്തുവാനോ രാജ്യസഭയ്ക്ക് അധികാരമില്ല. അപ്പം മണി ബില്ലിൻ്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നും ഇല്ല. ഭേദഗതി വരുത്താനോ അധികാരമില്ല. തുടക്കം കുറിക്കാനോ അതിനെ തിരസ്കരിക്കാനോ ഉള്ള ഒരു അധികാരവും രാജ്യസഭയ്ക്ക് ഇല്ല. അത് ലോകസഭയുടെ മാത്രം അധികാരമാണ്. മന്ത്രിസഭയ്ക്ക് ലോകസഭയോടാണ് ഉത്തരവാദിത്തമുള്ളത്. അതായത് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ആരോടാണ് ഉത്തരവാദിത്തമുള്ളത്? ലോകസഭയോടാണ് ഉത്തരവാദിത്തമുള്ളത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരം ജനങ്ങൾക്കായതിനാലാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്കാണ് ഗവൺമെന്റിനെ പുറത്താക്കാനും സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കാനുമുള്ള അധികാരമുള്ളത്. ഇന്ത്യൻ ഭരണഘടന ആർക്കാണ് അതിൻ്റെ അംഗീകാരം കൊടുക്കുന്നത്? ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരം ജനങ്ങൾ ാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ് ലോകസഭയിലുള്ളത് അല്ലേ. അപ്പം സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരമൊക്കെ വരുന്നത് ആർക്കാണ്? അത് ലോകസഭയ്ക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ധനബില്ല് എവിടെയാണ് അവതരിപ്പിക്കുന്നത്? ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത്. ഇനി പാർലമെന്റിന്റെ ചുമതലകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിയമനിർമ്മാണ ചുമതല. രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റാണ്. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ മുഖ്യ ചുമതലയെങ്കിലും പലപ്പോഴും പാർലമെന്റ് നിയമനിർമ്മാണത്തിന് അംഗീകാരം കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരാണ്. ഒരു ബില്ലിന്റെ ഉള്ളടക്കവും അതിൻ്റെ അവതരണ സമയവും തീരുമാനിക്കുന്നത് ആരാണ്? അത് ക്യാബിനറ്റാണ് തീരുമാനിക്കുന്നത്. ക്യാബിനറ്റിന്റെ അംഗീകാരമില്ലാതെ പ്രധാന ബില്ലുകൾ ഒന്നും പാർലമെന്റിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾക്ക് പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിക്കാമെങ്കിലും ഗവൺമെന്റിന്റെ പിന്തുണയില്ലാതെ പാസ്സാക്കിയെടുക്കുവാൻ സാധിക്കുകയില്ല. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വ നിർവഹണം ഉറപ്പുവരുത്തുക എന്നതും
പാർലമെന്റിന്റെ ചുമതലയാണ്. ഇനി സാമ്പത്തിക ചുമതലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നികുതി ചുമത്താൻ പ്രക്രിയയും ഗവൺമെന്റിന്റെ പണം ചെലവഴിക്കുന്ന മാർഗങ്ങളെയും നിയന്ത്രിക്കുന്നത് നിയമനിർമ്മാണ സഭകളാണ്. ലോകസഭയുടെ അംഗീകാരത്തോടെ മാത്രമേ ഇന്ത്യ ഗവൺമെന്റിന് പുതിയ നികുതി ചുമത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലോകസഭയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ നികുതികൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന് അതിന്റെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള വിഭവങ്ങൾ അനുവദിക്കുന്നത് പാർലമെന്റിന്റെ സാമ്പത്തിക അധികാരത്തിൽ പെടുന്നതാണ്. സമാഹരിക്കാൻ ആഗ്രഹിക്കുന്ന വിഭവങ്ങളെക്കുറിച്ചും ചെലവഴിച്ച പണത്തെക്കുറിച്ചുമുള്ള ഒരു കണക്ക് ഗവൺമെന്റുകൾ നിയമനിർമ്മാണ സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കണം. ഇതൊക്കെയാണ് പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നത്. ഇനി സർക്കാർ പണം ദുർവിനിയോഗം ചെയ്യുന്നില്ലെന്നു അതുപോലെ അമിതമായി പണം ചെലവഴിക്കുന്നില്ലെന്നും നിയമനിർമ്മാണ സഭ ഉറപ്പുവരുത്തണം. സർക്കാരിൻ്റെ വാർഷിക ധനകാര്യ അവലോകനത്തിലൂടെയും ബഡ്ജറ്റിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത്. ഇനി പ്രാതിനിധ്യം എന്താ? രാജ്യത്തിൻ്റെ വിവിധ മേഖലകളുടെ പ്രാദേശിക, സാമൂഹിക, സാമ്പത്തിക, മതവിഭാഗങ്ങളുടെ വീക്ഷണങ്ങളെ പാർലമെന്റ് പ്രതിനിധാനം ചെയ്യുന്നു. ചർച്ചാപരമായ ചുമതലകൾ. രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ചർച്ചാവേദിയാണ് പാർലമെന്റ്. പാർലമെന്റ് ചർച്ചകൾ നടത്തുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരത്തിന് ഒരു പരിധികളുമില്ല. അംഗങ്ങൾക്ക് ഏതു വിഷയവും നിർഭയമായി പാർലമെന്റിൽ ചർച്ച ചെയ്യാവുന്നതാണ്. രാജ്യം നേരിടുന്ന ഏതൊരു വിഷയത്തെയും വിശകലനം നടത്താൻ ഇത് പാർലമെന്റിനെ പ്രാപ്തമാക്കുന്നു. ജനാധിപത്യപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനം ഇത്തരം കാതലായ ചർച്ചകളാണ്. തെരഞ്ഞെടുപ്പിന്റെ ചുമതലയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റ് ആണ്. നീതിന്യായ ചുമതലയോ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ പുറത്താക്കാനുള്ള നിർദ്ദേശം പരിഗണിക്കാനുള്ള അധികാരം പാർലമെന്റിന്റെ നീതിന്യായ ചുമതലയിൽ പെടുന്നു. ഭരണഘടനാപരമായ ചുമതല എന്തൊക്കെയാണ്? ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്യാനും നടപ്പിലാക്കാനും പാർലമെന്റിന് അധികാരമുണ്ട്. ഈ പ്രവർത്തനത്തിൽ പാർലമെന്റിലെ രണ്ട് സഭയ്ക്കും തുല്യ അധികാരമാണ് ഉള്ളത്. ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്യാനും നടപ്പിലാക്കാനും പാർലമെന്റിനാണ് അധികാരമുള്ളൂ. ഇവിടെ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരം വരുന്നു. എല്ലാ ഭരണഘടനാ ഭേദഗതികളിലും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അത് പാസ്സാകണം. ഇനി ജർമ്മനിയിലെ ദ്വിമണ്ഡല വ്യവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ജർമ്മനിയിലുള്ളത്. ഫെഡറൽ അസംബ്ലി, ഫെഡറൽ കൗൺസിൽ എന്നീ പേരുകളിലാണ് ജർമ്മനിയിലെ രണ്ട് സഭകൾ അറിയപ്പെടുന്നത്. നമ്മുടെ ഇവിടെയാണെങ്കിൽ രാജ്യസഭ, ലോകസഭ. ജർമ്മനിയിൽ എങ്ങനെ അറിയപ്പെടുന്നു? ഫെഡറൽ അസംബ്ലി എന്നും ഫെഡറൽ കൗൺസിൽ എന്നുമാണ് അറിയപ്പെടുന്നത്. പ്രത്യക്ഷ പ്രാതിനിധ്യവും ആനുപാതിക പ്രാതിനിധ്യവും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സങ്കീർണ പ്രക്രിയയിലൂടെ 4 വർഷക്കാലത്തേക്കാണ് ഫെഡറൽ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ജർമ്മനിയിലെ 16 ഫെഡറൽ സംസ്ഥാനങ്ങളാണ് ഫെഡറൽ കൗൺസിലിനെ പ്രതിനിധീകരിക്കുന്നത്. ഫെഡറൽ കൗൺസിലിലെ 69 സീറ്റുകൾ ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുന്നു. സംസ്ഥാന തലത്തിലെ മന്ത്രിമാരായിരിക്കും സാധാരണഗതിയിൽ ഫെഡറൽ കൗൺസിലിലെ അംഗങ്ങൾ. ഫെഡറൽ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളാൽ ഇവർ നിയമിക്കപ്പെടുകയും ചെയ്യുന്നത്, അല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയല്ല ഇവിടെ ചെയ്യുന്നത്. ജർമ്മനിയിൽ നിയമം അനുസരിച്ച് ഒരു സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നിർദ്ദേശാനുസരണം ഒരു സംസ്ഥാനത്തിലെ എല്ലാ അംഗങ്ങളും ഒരു ഗ്രൂപ്പായിട്ടാണ് ഫെഡറൽ കൗൺസിലിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനങ്ങളിൽ ചിലപ്പോഴൊക്കെ കൂട്ടുകക്ഷി ഗവൺമെൻറ് ആയതിനാൽ അംഗങ്ങൾ തമ്മിൽ സമവായത്തിലെത്തുവാൻ സാധിക്കാതെ വരികയും അവർ വിട്ടുനിൽക്കുന്നതിലേക്ക് നയിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാ നിയമനിർമ്മാണ പ്രക്രിയയിലും ഫെഡറൽ കൗൺസിൽ വോട്ട് രേഖപ്പെടുത്താറില്ല. എന്നാൽ ഫെഡറൽ സംസ്ഥാനങ്ങൾക്ക് കൺകറന്റ് അധികാരമുള്ള എല്ലാ നയപരമായ കാര്യങ്ങളിലും ഫെഡറൽ കൗൺസിലിന്റെ അംഗീകാരത്തോടെ പാസാക്കിയിരിക്കണം. ഇത്തരം വിഷയങ്ങളിലുള്ള നിയമനിർമ്മാണത്തെ വീറ്റോ ചെയ്യുവാനും ഫെഡറൽ കൗൺസിലിന് അധികാരമുണ്ട്. പാർലമെന്റിന്റെ നിയമനിർമ്മാണം. സർക്കാരിന്റെ വാർഷിക ധനകാര്യ അവലോകനം സാധ്യമാക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. ഒരു സർക്കാരിൻ്റെ വാർഷിക ധനകാര്യ അവലോകനം, അല്ലെ, വരവ് ചെലവ്, അവർ ഇനി ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം സാധ്യമാക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. മന്ത്രി അല്ലാത്തൊരാൾ അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. പല ബില്ലുകളുണ്ട് അല്ലേ. അപ്പോൾ സ്വകാര്യ ബില്ല് എന്താണ്? മന്ത്രി അല്ലാത്ത ഒരാൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്, പ്രൈവറ്റ് മെമ്പർ ബില്ല്. മന്ത്രി ആയ ഒരാൾ അവതരിപ്പിക്കുന്നതോ അത് ഗവൺമെന്റ് ബില്ലാണ്. മന്ത്രി ആയ ഒരാൾ അവതരിപ്പിക്കുന്നത്
ഗവൺമെൻറ് ബില്ലും ഏതൊരു ബില്ലിൻ്റെയും കരട് രൂപം തയ്യാറാക്കുന്നത് അതത് ബന്ധപ്പെട്ട മന്ത്രാലയമാണ് അല്ലേ. അപ്പം മിനിസ്ട്രി നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ബില്ലിനെയും കരട് രൂപം തയ്യാറാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രാലയമാണ്. വിവിധ തരം ബില്ലുകൾ: ഗവൺമെൻറ് ബില്ല്, സ്വകാര്യ ബില്ല്, ധനേതര ബില്ല്, ധനബില്ല്. ധനേതര ബില്ല് രണ്ടെണ്ണം ഉണ്ട്: സാധാരണ ബില്ലും ഭരണഘടനാ ഭേദഗതി ബില്ലും. ഇനി ധനബില്ലിനെ കുറിച്ച് പറയാം. രാജ്യസഭ എത്ര ദിവസത്തിനുള്ളിൽ ധനബില്ലിൽ നടപടി എടുത്തില്ലെങ്കിലാണ് അത് രാജ്യസഭ പാസാക്കിയ, അതായത് നമ്മൾ ലോകസഭയിൽ ധനബില്ല് അവതരിപ്പിക്കുന്നു, അതിനുശേഷം 14 ദിവസത്തിനകം നമ്മൾ രാജ്യസഭയിലേക്ക് ഇത് അയക്കും. ധനബില്ല് നമ്മുടെ ലോകസഭയിൽ പാസ്സാക്കിയതിന് ശേഷം നമ്മളത് രാജ്യസഭയിലേക്ക് അയക്കുന്നു. ഈ രാജ്യസഭ നമ്മൾ അയക്കുന്ന ബില്ല് 14 ദിവസത്തിനകം നടപടി എടുത്തില്ലെങ്കിൽ അത് രാജ്യസഭ പാസ്സാക്കിയതായിട്ടാണ് നമ്മൾ കണക്കാക്കുകയുള്ളൂ. ഇനി രാജ്യസഭയ്ക്ക് ധനബില്ല് മാത്രം അവർക്ക് ഒരു തിരസ്കരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒന്നും പറയാനുള്ള അധികാരമില്ല. രാജ്യസഭ നിർദ്ദേശിക്കുന്ന ഭേദഗതികൾ ലോകസഭയ്ക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. മണി ബില്ലിൻ്റെ കാര്യത്തിൽ കൂടുതൽ അധികാരം ആർക്കാന്ന് നമ്മൾ പറഞ്ഞു, ലോകസഭയ്ക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മണി ബില്ല് അയച്ചു കഴിയുമ്പോൾ രാജ്യസഭ അതിലെന്തെങ്കിലും ഭേദഗതികൾ പറയുകയോ രാജ്യസഭ അതിലെന്തെങ്കിലും ഭേദഗതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ പറയുകയോ ചെയ്താലും ലോകസഭയ്ക്ക് അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ. അനുച്ഛേദം 109 ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നത്. അനുച്ഛേദം 109 എന്ത് പറയുന്നു? ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 109(1) ഒരു ധനബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അനുച്ഛേദം 109 പറയുന്നത് എന്താണ്? ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങളെക്കുറിച്ചും 109(1) പറയുന്നത് ഒരു ധനബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 110 എന്ത്? മണി ബില്ല് കേട്ടോ. പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. നിയമനിർമ്മാണ സഭയുടെ ലഘുരൂപം എന്ന് വിളിക്കുന്നത് കമ്മിറ്റികളെയാണ്. ഇന്ത്യയിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപം കൊണ്ടു തുടങ്ങിയത് 1983 ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അഴിമതി കേസുകളിൽ അന്വേഷണം നടത്താൻ നിയമിക്കപ്പെടുന്ന കമ്മിറ്റികളാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ, അവയുടെ ബഡ്ജറ്റ്, ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് സഭയിൽ അവതരിപ്പിക്കുന്ന ചെലവുകൾ, ബില്ലുകൾ എന്നിവയുടെ മേൽനോട്ടം വഹിക്കൽ എന്നത് ഈ കമ്മിറ്റികളുടെ ചുമതലയാണ്. ഒരു പ്രത്യേക ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുമായി നിയമിക്കുന്ന കമ്മിറ്റികളാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റികൾ. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇരു സഭകളിൽ നിന്നും, ലോകസഭയിൽ നിന്നും ഇരു സഭകളിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി ബില്ല് പാസ്സാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പാർലമെന്റിൽ ബില്ല് പാസ്സാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകളാണ് 107 മുതൽ 122 വരെ. അപ്പം 107 മുതൽ 122 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളുകളിൽ പറയുന്നത് നമ്മുടെ ബില്ലിൻ്റെ വായനയെക്കുറിച്ചാണ്. പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1ാം വായന, 2ാം വായന, 3ാം വായന എന്നിങ്ങനെ 2-3 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ 1ാം വായനയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ബില്ലിന്റെ അവതരണമാണ് 1ാം വായന. സഭയുടെ അനുമതി വാങ്ങിയ ശേഷം ഒരു വിശദീകരണ പ്രസ്താവനയോടുകൂടി ഏതെങ്കിലും അംഗം ബില്ല് അവതരിപ്പിക്കുന്നു. ബില്ല് എതിർപ്പ് നേരിടുകയാണെങ്കിൽ അവതരിപ്പിച്ച അംഗത്തിനും എതിർത്ത അംഗത്തിനും അവരുടെ നിലപാട് വിശദീകരിക്കുന്നതിന് അവിടെ അവസരം കൊടുക്കുന്നു. ഭൂരിപക്ഷം അംഗങ്ങൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നു. ഇതാണ് 1ാം വായനയുടെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി 2ാം വായനയോ? ഈ ഘട്ടത്തിൽ ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടമാണ് 2ാം വായന. ചർച്ചയ്ക്ക് ശേഷം ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. 2 കമ്മിറ്റികളുണ്ട്. കമ്മിറ്റി ഘട്ടം, ആദ്യത്തേതാണ് കമ്മിറ്റി ഘട്ടം. ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ ഉൾപ്പെടുത്തി സഭ സെലക്ട് കമ്മിറ്റി രൂപീകരിക്കുന്നു. കമ്മിറ്റിയിലെ അംഗങ്ങൾ ബില്ലിലെ വ്യവസ്ഥകൾ സൂക്ഷ്മമായി വിലയിരുത്തി സഭയിൽ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇനി റിപ്പോർട്ട് ഘട്ടം എന്താണ്? കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സഭ ബില്ലിലെ വ്യവസ്ഥകൾ, ഓരോ ഭേദഗതി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത് അത് വോട്ടിനിടുന്നു.
അപ്പോൾ മൂന്നാം ഘട്ടം വായനയിൽ പറയുന്നത്, മൂന്നാം വായനയ്ക്കായി നിശ്ചയിക്കപ്പെടുന്ന ദിവസം അന്തിമ അംഗീകാരത്തിനായി ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നു. കാര്യമായ മാറ്റങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ബില്ലിന് വരുത്താറില്ല. ഹാജരായ അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ സഭ ആ ബില്ല് പാസ്സായതായി കണക്കാക്കുന്നു. അടുത്ത സഭയിലേക്ക് അത് പോകുന്നത് എങ്ങനെയാണ്? ഒരു സഭ ബില്ല് പാസ്സാക്കിയാൽ രണ്ടാമത്തെ സഭയിലും ഇതേ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കണം. അപ്പോൾ രാജ്യസഭയിലെ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നതെങ്കിൽ ഇതേ പ്രൊസീജിയേഴ്സ് എവിടെ നടക്കണം? ലോകസഭയിലും നടക്കണം. രണ്ടാമത്തെ സഭയിൽ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇരു സഭകളിലെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂടാൻ ഇവിടെ തീരുമാനമെടുക്കുന്നു. ഇനി പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്ന ഘട്ടം എന്ന് പറയുന്നത്, ഈ ബില്ല് ഇരുസഭകളും അംഗീകരിച്ച ശേഷം പ്രസിഡന്റിന്റെ അനുമതിക്കായി നമ്മൾ അയക്കുന്നു. അനുമതി ലഭിക്കുന്നതോടെ, അതായത് പ്രസിഡന്റ് സൈൻ ചെയ്യുന്നതോടെയാണ് ബില്ല് നിയമമായി തീരുന്നത്. പാർലമെന്ററി നിയന്ത്രണത്തിലുള്ള ഉപാധികൾ, പര്യാലോചനകളും ചർച്ചകളും നിയമനിർമ്മാണ പ്രക്രിയയുടെ അവസരത്തിൽ സഭാംഗങ്ങൾ എക്സിക്യൂട്ടീവിന്റെ നയസമീപനം, അത് നടപ്പാക്കുന്നതിനുള്ള രീതികൾ എന്നിവയെ സംബന്ധിച്ച് വ്യക്തമായി ചർച്ച ചെയ്യാൻ അവസരം ലഭിക്കുന്നു. എല്ലാ ദിവസവും പാർലമെന്റിലെ ചോദ്യോത്തരവേളയിൽ സഭാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മന്ത്രിമാർ ബാധ്യസ്ഥരാണ്. ശൂന്യവേളയിൽ സഭാംഗങ്ങൾക്ക് പ്രാധാന്യമെന്ന് കരുതുന്ന ഏത് വിഷയവും ഉന്നയിക്കാവുന്നതാണ്. എന്നാൽ ഇത്തരം വിഷയങ്ങൾക്ക് മറുപടി നൽകാൻ മന്ത്രിമാർക്ക് ബാധ്യതയുണ്ടാവണമെന്നില്ല. അപ്പം ഒരു ദിവസം പാർലമെന്റിലെ ചോദ്യോത്തരവേളയിൽ സഭാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അതത് വകുപ്പിലെ മന്ത്രിമാർ ബാധ്യസ്ഥരാണ്. പക്ഷേ ശൂന്യവേളയിൽ സഭാംഗങ്ങൾക്ക് പ്രാധാന്യമെന്ന് കരുതുന്ന ഏതു വിഷയം ഉന്നയിക്കാമെങ്കിലും ഇതിന് ഉത്തരം പറയാൻ മന്ത്രിമാർ ബാധ്യസ്ഥരല്ല. അംഗങ്ങൾ മുൻകൂട്ടി എഴുതി നൽകിയ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ മറുപടി നൽകുന്ന സമയമാണ് ചോദ്യോത്തരവേള. സഭ സമ്മേളിക്കുന്ന എല്ലാ ദിവസവും 1 മണിക്കൂർ, 11 മണി മുതൽ 12 മണി വരെ. അപ്പോൾ 11 മണിക്കാണ് സഭ തുടങ്ങുന്നത്. ഈ 11 to 12 സമയമാണ് ചോദ്യോത്തരവേള അനുവദിച്ചിട്ടുള്ളത്. 12 മുതൽ 1 വരെയുള്ള സമയമാണ് ലോകസഭയിലെ ശൂന്യവേള എന്ന് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിൽ പ്രവർത്തനങ്ങളിൽ ജാഗരൂകരായിരിക്കുവാൻ പാർലമെന്റിനുള്ള ഏറ്റവും ഫലപ്രദമായ ഉപാധിയാണ് ചോദ്യോത്തരവേള. 2014 നവംബർ മുതൽ രാജ്യസഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം 12 മണിയാണ്. രാജ്യസഭയിൽ നടപടിക്രമം ആരംഭിക്കുന്നത് ശൂന്യവേളയോട് കൂടിയാണ്. എന്നാൽ ലോകസഭയിൽ ഇതിന് മാറ്റമില്ല. നിയമങ്ങൾക്ക് അനുമതി നൽകാനും നിരാകരിക്കലും, നിയമങ്ങൾ അംഗീകാരം നൽകൽ എന്ന അധികാരം ഉപയോഗിച്ച് പാർലമെന്റിന് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാം. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ നയം ക്യാബിനറ്റ് അംഗീകരിക്കുന്നതോടെയാണ് ഒരു ബില്ലിന്റെ കരട് തയ്യാറാക്കൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏതൊരു ബില്ലിന്റെയും കരട് രൂപം തയ്യാറാക്കുന്നത് അതത് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളാണ്. ഉദാഹരണമായിട്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം 18 നിന്നും 21 ഉയർത്തുന്നതിനുള്ള ബില്ല് തയ്യാറാക്കുന്ന നിയമ മന്ത്രാലയമാണ്. വനിതാ ശിശു ക്ഷേമ മന്ത്രാലയവും ഇതിൽ പങ്കാളിയാവും. സാമ്പത്തിക നിയന്ത്രണം എങ്ങനെയാണ്? ഗവൺമെന്റിന്റെ പരിപാടികൾ നടപ്പിലാക്കുന്നതിനുള്ള സാമ്പത്തിക വിഭവങ്ങൾ അഥവാ പണം അനുവദിക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. ബഡ്ജറ്റ് തയ്യാറാക്കുകയും അവ നിയമനിർമ്മാണ സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. ഈ ബാധ്യത ഗവൺമെന്റിന്റെ ധനവിനിയോഗത്തിന് മേൽ നിയന്ത്രണം ചെലുത്തുന്നതിനും നിയമനിർമ്മാണ സഭയ്ക്ക് അവസരം നൽകുന്നു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകസഭയ്ക്ക് ഗവൺമെന്റിന്റെ ധനദുർവിനിയോഗത്തിനെതിരെ അന്വേഷണം നടത്താവുന്നതാണ്. അടുത്തത് പാർലമെന്ററി പ്രിവിലേജ്, അതായത് പാർലമെന്റിന്റെ വിശേഷ ആനുകൂല്യം. സഭാംഗങ്ങൾക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും സഭ്യതയുടെ എതിർവരമ്പുകൾ ലംഘിക്കാതെ സഭയിൽ പറയുവാനുള്ള അധികാരമുണ്ട്. അതിന്റെ പേരിൽ സഭാംഗങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധിക്കുകയില്ല. സഭാംഗങ്ങൾ വിശേഷ ആനുകൂല്യം ലംഘിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് സഭാ അധ്യക്ഷനാണ്. ലോകസഭാ അധ്യക്ഷന്, രാജ്യസഭാ അധ്യക്ഷന്. നിയമനിർമ്മാണ സഭയുടെ സ്വഭാവം പരിഗണിക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളിൽ മാത്രമാണ് നിയന്ത്രണങ്ങളുള്ളത്. എന്നാൽ അതിൻ്റെ സത്തയിൽ നോക്കിയാൽ നിയമനിർമ്മാണ സഭയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ പരമാധികാരത്തിന് നിയന്ത്രണങ്ങളോ പരിധികളോ ഇല്ല എന്ന് പറഞ്ഞത് NV ഗാഡ്ഗിലാണ്. ഇനി അവിശ്വാസ പ്രമേയം. എന്താണ് അവിശ്വാസ പ്രമേയം? എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്വം ഉറപ്പുവരുത്തുന്നതിനും പാർലമെന്റിനെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് അവിശ്വാസ പ്രമേയം. അരമണിക്കൂർ ചർച്ച, അടിയന്തര പ്രമേയം തുടങ്ങിയ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ്.
കൂറുമാറ്റം എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയുവാൻ കൊണ്ടുവന്ന ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് സഭയിൽ ഹാജരാകാതിരിക്കുകയോ പാർട്ടി നിർദ്ദേശങ്ങൾക്കെതിരായി വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ടി അംഗത്വം സ്വമേധയാ ഉപേക്ഷിക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരംഗം കൂറുമാറിയതായി പ്രഖ്യാപിക്കുന്നത്. അംഗത്തിന് സഭാംഗത്വം നഷ്ടപ്പെടും. കൂടാതെ അദ്ദേഹത്തിന്റെ മന്ത്രിപദം പോലെയുള്ള പദവികൾ വഹിക്കുവാനുള്ള യോഗ്യതയും ഇല്ലാതാകുന്നു. പാർട്ടി നേതൃത്വത്തിനും സഭാധ്യക്ഷനും അംഗങ്ങളുടെ മേൽ കൂടുതൽ അധികാരം നൽകുന്നതിന് കൂറുമാറ്റ നിരോധന നിയമം കാരണമായി. സഭാധ്യക്ഷന്മാർക്ക് സഭയിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാനുള്ള മാർഗമായി കൂറുമാറ്റ നിരോധന നിയമത്തെ കണക്കാക്കാവുന്നതാണ്. ഒരു സഭാംഗം കൂറുമാറിയതായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് സഭാ അധ്യക്ഷനാണ്. സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതിനുള്ള അന്തിമ അധികാരം സഭാധ്യക്ഷനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയാണ് 1985 52-ാം ഭരണഘടനാ ഭേദഗതി. 52-ാം ഭേദഗതി വഴി നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയാണ് 91-ാം ഭേദഗതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പാർലമെൻറ്റിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ എല്ലാം നമ്മൾ പഠിച്ചു കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻസും ഈ പോയിന്റ് നിങ്ങൾ നല്ലതുപോലെ കേൾക്കുക, കേട്ട് മനസ്സിലാക്കിയാൽ മതി. കാണാതെ പഠിക്കണ്ട, കേട്ട് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ പുതിയതായിട്ട് കേട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓർമ്മയിൽ ഒന്ന് റിവൈൻഡ് അടിച്ച് 2-3 പ്രാവശ്യം കേൾക്കുക. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ എല്ലാ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്, നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക. ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത NCERT ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും വരാം. നമ്മൾ കണ്ടിന്യൂസ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് പേര് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിലൂടെ കാണുന്നത് വരെ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.